ഡോക്ടർ അരുണിന്റെ ആത്മഹത്യ ഭദ്രയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു. മാനസികമായി തളർന്ന ഭദ്രയെ സംരക്ഷിക്കാൻ കൃഷ്ണകുമാർ തീരുമാനിക്കുന്നു. ഇവിടെയാണ് മിഴി രണ്ടിലും എന്ന സിനിമ അവസാനിക്കുന്നത്. ഇനി വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്കപ്പുറം ഇവരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഭദ്രയും കൃഷ്ണകുമാറും സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ്. അവർക്ക് 4 വയസ്സുള്ള ഒരു മകനുണ്ട്. ഭദ്ര മാനസിക ആഘാതങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചിതയായിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് മാത്രം സമാധാനമില്ല. കൃഷ്ണകുമാറിന്റെ സഹോദരി ശ്രീദേവിക്ക്. അരുണിന്റെ മരണത്തിന് ശേഷം അവരുടെ ജീവിതം തന്നെ മാറിയിരിക്കുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണ ജീവിതമാണ്. പക്ഷേ എല്ലാ നിമിഷവും അവരെ വേട്ടയാടുന്നത് ഒറ്റ ചോദ്യം മാത്രമാണ്: ഞാൻ ആ കള്ളം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അരുൺ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലേ എന്ന്. വർഷങ്ങളായി ഈ ചോദ്യം ഉള്ളിലടക്കിയാണ് ശ്രീദേവി ജീവിക്കുന്നത്. ഒരു ദിവസം ശ്രീദേവി അരുൺ എഴുതിയിരുന്ന ഒരു പഴയ ഡയറി കണ്ടെത്തുന്നു. അരുൺ അവസാനമായി താമസിച്ച വീടിനുള്ളിൽ നിന്നാണ് ആരോരും കാണാതെ പോയ ആ ഡയറി അവർ കണ്ടെത്തുന്നത്. ഡയറിയിൽ ഭദ്രയെക്കുറിച്ചുള്ള കുറിപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പക്ഷേ അവസാന പേജിലെ ഒരു വാചകം, അത് ശ്രീദേവി ശ്രദ്ധിച്ചു. ഭദ്ര എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ അവളെ കുറ്റപ്പെടുത്തില്ല. സ്നേഹം ഒരിക്കലും നിർബന്ധമാകരുത് എന്നായിരുന്നു ആ വാചകം. ആ വാചകം ശ്രീദേവിയെ കൂടുതൽ വേദനിപ്പിച്ചു. അതേസമയം യാദൃശ്ചികമായി ആ ഡയറിയിൽ നിന്ന് ഒരു കുറിപ്പ് കൂടി ശ്രീദേവി കണ്ടെത്തുന്നു. അരുണിന്റെ ആത്മഹത്യക്ക് മുൻപ് അയാൾ എഴുതിയ ഒരു കുറിപ്പായിരുന്നു അത്. ആ കത്തിൽ അരുൺ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എന്റെ മരണത്തിന് ആരെയും കുറ്റപ്പെടുത്തരുത് എന്ന്. പക്ഷേ അതിൽ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യവും ഉണ്ടായിരുന്നു. അയാൾക്ക് മാസങ്ങളായി ഗുരുതരമായ വിഷാദ രോഗമുണ്ടായിരുന്നുവത്രേ. ഭദ്രയെ നഷ്ടപ്പെടുമെന്ന ഭയം മാത്രമല്ല, വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന മാനസിക സംഘർഷങ്ങളും അയാളെ അലട്ടിയിരുന്നുവത്രേ. ശ്രീദേവിക്ക് ആശ്വാസം ലഭിക്കേണ്ട സമയമായിരുന്നു അത്. പക്ഷെ മറിച്ചാണ് സംഭവിച്ചത്. കാരണം അവർ തിരിച്ചറിയുന്നു, അരുണിന്റെ മരണത്തിന് പൂർണ്ണ ഉത്തരവാദി താനല്ലെന്നും. പക്ഷേ ആ മനുഷ്യന്റെ ഏറ്റവും ദുർബലമായ നിമിഷത്തിൽ താൻ മൂലം പറഞ്ഞ കള്ളം അയാളെ മരണത്തിലേക്ക് തള്ളിയിട്ടു എന്നും. ആ സത്യം അവരെ കൂടുതൽ വേദനിപ്പിക്കുന്നു. പിന്നീട് ഒരു കുറ്റബോധത്തോടെയാണ് ശ്രീദേവി അരുൺ പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജിൽ പോകുന്നതും അയാളുടെ സുഹൃത്തുക്കളെ കാണുന്നതും അയാൾ ചികിത്സിച്ച രോഗികളെ കാണുന്നതും എല്ലാം. അങ്ങനെ ശ്രീദേവി അരുൺ ചെയ്ത നന്മകളെ കുറിച്ച് അറിയുന്നു. അങ്ങനെ പതുക്കെ അവർ ഒരു തീരുമാനമെടുക്കുന്നു. അരുണിന്റെ പേരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആരംഭിക്കണമെന്ന്. ബാമയുടെ സഹായത്തോടെയാണ് അവർ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം ഒരു പൊതുപരിപാടിയിൽ വെച്ച് ശ്രീദേവി എല്ലാവരുടെയും മുന്നിൽ തുറന്നു സമ്മതിക്കുന്നു: ഞാനൊരു കള്ളം പറഞ്ഞു. അതിന്റെ ഫലം ഒരാളുടെ മരണമായിരുന്നു. നിയമം എന്നെ ശിക്ഷിച്ചില്ല. പക്ഷേ എന്റെ മനസാക്ഷി 5 വർഷമായി എല്ലാ ദിവസവും ശിക്ഷിക്കുകയാണ് എന്ന്. കൃഷ്ണകുമാർ അത് കേട്ട് തകർന്നു പോകുന്നു. കാരണം തന്റെ ചേച്ചിയെ ആ പ്രശ്നങ്ങളും ഓർമ്മകളും വിട്ടുപോയിട്ടില്ലെന്നും തന്റെ ചേച്ചി ഇത്രയും വർഷം ആ വലിയ ഭാരം ചുമന്നാണ് ജീവിക്കുന്നതെന്നും അയാൾ കൂടുതലായി മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. ആ ഭാരം അവരെ വിട്ടുപോയിട്ടില്ലെന്നത് അയാളെ കൂടുതൽ വേദനിപ്പിച്ചു. ആ നിമിഷത്തിൽ ഭദ്ര ശ്രീദേവിയുടെ അടുത്തേക്ക് നടക്കുന്നു. അപ്പോൾ ശ്രീദേവി കരഞ്ഞുകൊണ്ട് ഭദ്രയോട് ചോദിക്കുന്നു: എന്നോട് ക്ഷമിക്കുമോ എന്ന്. ഭദ്ര കുറച്ചു നേരം മിണ്ടാതെ നിൽക്കുന്നു. ശേഷം അരുണിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്കാവില്ല. പക്ഷേ അരുണിന്റെ ഓർമ്മയിൽ ഇനി എത്ര പേർക്ക് ജീവിക്കാൻ അവസരം കൊടുക്കാമെന്നത് നമ്മുടെ കയ്യിലാണ് എന്ന് മറുപടി പറയുന്നു. അതും പറഞ്ഞുകൊണ്ട് ഭദ്ര ശ്രീദേവിയുടെ കൈ പിടിക്കുന്നു. കൂടെ ഭാമയും ഉണ്ടായിരുന്നു. ആ നിമിഷം ശ്രീദേവി ആദ്യമായി വർഷങ്ങൾക്ക് ശേഷം മനസമാധാനത്തോടെ കരയുന്നു. അപ്പോൾ അരുണിന്റെ പേരിലുള്ള സ്കോളർഷിപ്പ് ഫൗണ്ടേഷന്റെ ബോർഡിലെ വാചകത്തിലേക്ക് ഭദ്ര ശ്രദ്ധിക്കുന്നു. അതിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു: ചില തെറ്റുകൾ തിരുത്താനാവില്ല, പക്ഷേ അവയിൽ നിന്ന് ജനിക്കുന്ന നന്മകൾ പല ജീവിതങ്ങളെയും രക്ഷിക്കാമെന്ന്. അങ്ങനെ കഥ അവസാനിക്കുന്നു. ഒരു പ്രണയ കഥയുടെ തുടർച്ചയായിട്ടല്ല, ഒരു സ്ത്രീയുടെ പ്രായശ്ചിത്തത്തിന്റെ കഥയായിട്ട്.